കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയിൽ നിന്ന് ട്രൂഡോയ്ക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. ഖാലിസ്ഥാനികൾ നേതൃത്വം നൽകുന്ന NDPയും എതിർപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് രാജി. പ്രധാനമന്ത്രി പദവും പാർട്ടി അധ്യക്ഷ സ്ഥാനവും ട്രൂഡോ രാജിവെച്ചു. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കാനഡയിലേത്. ജസ്റ്റിൻ ട്രൂഡോ നേതൃത്വം നൽകുന്ന ലിബറൽ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുകളുണ്ടായി. മാത്രമല്ല, ട്രൂഡോയെ പിന്തുണച്ചിരുന്ന ഖാലിസ്ഥാൻ വിഭാഗങ്ങളുടെ പാർട്ടിയായ NDPയും എതിർപ്പറിയിച്ചിരുന്നു. തുടർന്നാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പ്രഖ്യാപനം ഉണ്ടായത്. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. Last night I asked the president of the Liberal Party to begin that process. This country deserves a real choice in the next election, and it has become clear to me that if I'm having to fight internal battles, I cannot be the best option in that election. നേരത്തെ ട്രൂഡോയുടെ നയങ്ങളോട് എതിർപ്പറിയിച്ച് ധനകാര്യമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് രാജി സമർപ്പിച്ചിരുന്നു. നിരവധി ലിബറൽ പാർട്ടി MPമാരും എതിർപ്പറിയിച്ചു. അമേരിക്കയുടെ അധിക നികുതി നീക്കത്തെ പ്രതിരോധിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് പാർട്ടിക്കുള്ളിൽ എതിർപ്പ് വിളിച്ചു വരുത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് നേതൃസ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും ഒരേ സമയം ട്രൂഡോ രാജിവെക്കുകയും ചെയ്തത്. കാനഡ വൈകാതെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.